സണ്ണിക്കുട്ടി എബ്രഹാം, നോക്കൂ, 52 മുതൽ ഇന്നേ വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണാധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാദ്യമായി 24-ൽ കോൺഗ്രസ് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ എയർ ടിക്കറ്റ് എടുക്കാനല്ല, ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസയില്ല, പ്രവർത്തകർക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പൈസയില്ല എന്ന് രാഹുൽ ഗാന്ധി മുതൽ വി ഡി സതീശൻ വരെയുള്ളവർ പറയുന്നു. സത്യമാണോ? നികേഷ്, എനിക്ക് കോൺഗ്രസിൻ്റെ ഫണ്ട് ഫ്രീസ് ചെയ്തതും അത് എന്തുകൊണ്ടാണെന്നും ആദായ നികുതി അധികൃതരെ അവരുടെ റിട്ടേൺസ് സമർപ്പിച്ചിട്ടുണ്ടോ, അതിന് കാലതാമസം വന്നിട്ടുണ്ടോ, 20,000 രൂപയിൽ കൂടുതൽ പണം നേരിട്ട് വാങ്ങാൻ പറ്റാത്തതിന് പകരം 13 ലക്ഷം വരെ വാങ്ങിച്ചിട്ടുണ്ടോ, എനിക്കതിൻ്റെ കാര്യത്തിലുള്ള യാതൊരു വിവരങ്ങളുമില്ല. നമുക്ക് ആർക്കെങ്കിലും അത്ര ഇവർ പറയുന്നത് വിശ്വസിക്കുക എന്നതിനപ്പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേവരെ 75 വർഷത്തെയാണല്ലോ അമൃതോത്സവമൊക്കെ നമ്മൾ ആഘോഷിച്ചല്ലോ. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം. നമ്മുടെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മോഡി സർക്കാർ 10 വർഷമായിട്ട് ഭരിക്കുകയാണ്. അവർക്കറിയാം, അവർ മനസ്സിലാക്കി, അവരാ വഴിക്കാണ് റിസർച്ച് നടത്തിയത്. അല്ലാതെ അവർ രാജ്യത്തിന് എന്തെങ്കിലും നന്മ കിട്ടുന്ന കാര്യങ്ങളല്ല അവർ പഠിക്കുകയോ റിസർച്ച് ചെയ്ത്. എങ്ങനെ നമുക്ക് അധികാരത്തിൽ തുടരാൻ പറ്റും, അതിനുവേണ്ടി എങ്ങനെ നിലവിലുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ പറ്റും, അതവർ 10 വർഷം കൊണ്ട് നന്നായിട്ട് പഠിച്ചു. അതിന്മേൽ അവർക്കൊരു നല്ല കമാൻഡ് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നു. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആരെ എതിർത്താലും പ്രതിഷേധിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം സാധിക്കുക, ലക്ഷ്യത്തെ സാധൂകരിക്കും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വീണ്ടും അധികാരത്തിൽ തുടരാൻ വേണ്ടി, ആ അധികാരത്തിൽ തുടരുക എന്ന് പറയുമ്പോൾ ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. വെറുതെ അധികാരത്തിൽ തുടരുകയല്ല, നമുക്ക് ഭാരതത്തിൻ്റെ ഭരണഘടന മാറ്റേണ്ടതുണ്ട്, നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് മാറ്റേണ്ടതുണ്ട്. അത്തരം ലക്ഷ്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഈ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇത് ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണെന്നുള്ള ആരോപണങ്ങളൊന്നും അവർക്കൊരു ഒരു പ്രശ്നമേ അല്ലാതെ വരികയാണ്. നമ്മളിപ്പോൾ ഇവിടെ പത്മകുമാറിൻ്റെ വാക്കുകൾ, അദ്ദേഹം വളരെ പണ്ട് തൊട്ടേ BJP-യിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതായത് ഈ BJP കേരളത്തിൽ അത്യാവശ്യം ശക്തിപ്പെട്ട് വരുന്നത് മുതൽ അദ്ദേഹമൊക്കെ BJP-യുടെ പഴയ സ്കൂളിൽപ്പെട്ട ആളുകളാണ്. അദ്ദേഹത്തിനൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ ഇൻകം ടാക്സും അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം വിട്ടതിന് ശേഷമാണ് സാർ ഈ കൊടകര പോലുള്ള ഹവാല സംഭവങ്ങളൊക്കെ. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇതെന്താ കോൺഗ്രസിൻ്റെ മാത്രമൊന്നുമില്ല. ആരായിരുന്നു അതിനകത്ത്? ഈ കൊടകരയിൽ കണ്ടെത്തിയ പണം ആരുടേതായിരുന്നു, അതെവിടെ പോയി, അതിൻ്റെ അന്വേഷണം എവിടെ പോയി എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനതാ പറഞ്ഞത്. BJP കൃത്യമായിട്ട് കണക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? BJPക്ക് യാതൊരു പ്രശ്നങ്ങളില്ല അവരുടെ കണക്ക്. സർ, അധികാരം ആരുടെ കയ്യിലാണ്? ഈ സർക്കാരിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാനും പിടിക്കേണ്ടവരെ പിടിക്കാനും പറ്റും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിങ് കഴിയുന്നതിന് മുമ്പായിട്ട് ഈ രാജ്യത്ത് വേറെ ഒത്തിരി സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം. ധാരാളം പേര് സ്ഥാനാർത്ഥികളുണ്ട് പ്രതിപക്ഷ നിരയിൽ, അതായത് BJP എതിർക്കുന്നവർ. ഇവർക്കൊക്കെ എതിരായിട്ട് പല കേസുകളൊക്കെ ഉണ്ടായേക്കാം. ചിലരൊക്കെ ETയുടെ സ്കാനറിൽ ഉള്ളവരായേക്കാം. ഇവരെയൊക്കെ നാളെ ഒരു സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്താൽ, അവരെ ജയിലിലാക്കിയാൽ ആര് സ്ഥാനാർത്ഥിയില്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പറ്റും? അങ്ങനെയാണ് ഇപ്പോൾ അത് വളരെ നല്ല തന്ത്രമാണ്. പണമാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിലാണെങ്കിൽ പോലും നമുക്ക് പണമില്ലാതെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സാധിക്കുക? കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒട്ടും പണമില്ല എന്നാണ്. പോസ്റ്റർ അടിക്കാനുള്ള പണമില്ല, ഞങ്ങളുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പണം പോലും ഇല്ല, പ്രവർത്തകർക്ക് നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്കാനുള്ള പണമില്ല. എങ്ങനെയാണ് പിന്നെ കേരളത്തിലും ഇന്ത്യയിലാകെയും കോൺഗ്രസ് ഏറ്റുമുട്ടുക BJP എന്ന് പറയുന്ന ഒരു പണാധിപത്യ ശക്തിയോട്? നികേഷ്, രണ്ട് തരത്തിലാണ്. പണത്തിൻ്റെ സ്രോതസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നേതൃത്വം ഇല്ലാതാക്കുക. അതാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ, ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരെയോ ഒക്കെ അവരെ നോട്ടമിടുന്നുണ്ടാവും. പിന്നെ മൂന്നാമത് അവർക്ക് നേതാക്കന്മാരുടെ ഒരു അഭാവമുണ്ട്. അതിന് പുതിയ ആളുകളെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ, അജിത് പവാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. 25,000 കോടി രൂപയുടെ കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് മഹാരാഷ്ട്ര പോലീസിൻ്റെ എക്കണോമിക് ഒഫൻസ് വിങ് അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. അദ്ദേഹം ഇപ്പോൾ വിശുദ്ധനായി കഴിഞ്ഞു. ആരായിരുന്നു അശോക് ചവാൻ? അശോക് ചവാൻ കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷേ ആദർശ് കുംഭകോണ കേസിൽ രാജിവെക്കേണ്ടി വന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം വിശുദ്ധനാണ്. അപ്പം അതുപോലെ തന്നെ 3 തരത്തിലാണ് പണസ്രോതസ് അടയ്ക്കുക, നേതാക്കന്മാരെ പിന്നെ പ്രചാരണത്തിനും പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ ജയിലിലടച്ചോ അല്ലെങ്കിൽ അവരെ നിഷ്ക്രിയരാക്കുക, മറ്റ് പാർട്ടികളിൽ നിന്നുള്ള വിശ്വാസമുള്ള ആളുകളെ കൊണ്ടുവരിക. നികേഷ്, ഇന്നലെയും കേരളത്തിൽ ഒരു ആളിനു വേണ്ടി കോൺഗ്രസുമായി വളരെ ബന്ധമുള്ള ഓരോ ആളിനെ സ്വന്തം ക്യാമ്പിലെത്തിക്കാൻ വേണ്ടിയുള്ള വലിയ തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഇന്ന് വൈകുന്നേരം വരെ അത് ഫലപ്രാപ്തിയിലെത്തിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോയെന്നോ ഞാനിത് പറയാം, കാർഡടിച്ച് പറയുകയാണെന്ന് വേണമെങ്കിൽ പത്മകുമാറിന് പറയാം. ഞാൻ ആ പേരോ അതിൻ്റെ തെളിവുകളോ ഇവിടെ എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല. കേരളത്തിൽ ഇന്നലെയും അങ്ങനെ അതായത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷവും BJP പോച്ചിങ് തുടരുന്നുണ്ട്. സാർ അത് സ്ഥാനാർത്ഥികളാകാൻ വേണ്ടിയല്ല സാർ. നമുക്കറിയാമല്ലോ ഒരു പർട്ടിക്കുലർ പേഴ്സൺ. സാർ ഇപ്പം നികേഷ് കുമാർ നാളെ റിപ്പോർട്ടർ TV വിട്ടിട്ട് ഏഷ്യാനെറ്റിൽ ചേരുക എന്ന് പറഞ്ഞതൊരു വലിയൊരു സംഭവമല്ലേ സാർ? കാരണം അത് പലതരത്തിലല്ലേ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരാളെ BJPയിലേക്ക് കൊണ്ടുവരിക. അപ്പം അതിനുവേണ്ടി ഇന്നലെയും നടത്തിയ ശ്രമത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നല്ല അറിവുണ്ട്. അപ്പോൾ ഈ രീതിയിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, EDA അല്ല, ഈ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് സാർ ഉപയോഗിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പണം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒരു ED ഒരാൾ വരുന്നു, ഇൻകം ടാക്സിൽ നിന്ന് ഒരാൾ വരുന്നു, ഞാൻ അപ്പം തന്നെ ഞാൻ അവർക്ക് വേണ്ടി ബോണ്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് നികേഷിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നികേഷുമായി ബന്ധമുള്ള ഒരാളിനെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യുക. സാക്ഷിയായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലോ, പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടേക്ക് ED ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബോണ്ട്, ഞാനൊരു ഉദാഹരണം പറയുകയാണേ, നിങ്ങൾ ബോണ്ടുകളും വാങ്ങും, ഒപ്പം തന്നെ എനിക്കെതിരെ, എന്നെ പൂട്ടാനുള്ള ശ്രമങ്ങളിൽ എനിക്കെതിരെ നിങ്ങൾ മൊഴിയും കൊടുക്കും. അങ്ങനെ അധികാരത്തിൻ്റെ ഭരണത്തിൻ്റെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കണ്ടത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശരത് ചന്ദ്ര റെഡ്ഡി എന്നയാളുടെ കാര്യത്തിനകത്ത് ഞാൻ അങ്ങയിലേക്ക് വരാം. Debate with MV Nikesh Kumar.